സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിനെ ഈ വർഷത്തെ T20 ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയത് ICC പുറത്താക്കിയത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. ഇന്നിപ്പോൾ ആ വാർത്തയുടെ തുടർച്ച എന്നോണം ഈ പാകിസ്ഥാന്റെ അല്പസമയം മുമ്പ് പാകിസ്ഥാന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറും എന്നുള്ള ഒരു വാർത്ത അവിടെ പറയുന്നുണ്ട്. എന്നാൽ 2 ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാന്റെ അറിയിപ്പ്. അവരങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് ഈ പുറത്താക്കലിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിന് ആധാരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും എടുത്തു പറയേണ്ടത് IPL ലേലം തന്നെയാണ്. IPL ലേല സമയത്ത് മുസ്തഫിസുർ റഹ്മാനെ നമുക്ക് നോക്കാം. IPL ലേലത്തിൽ മുസ്തഫിസുർ റഹ്മാനെ 9.2 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിളിച്ചെടുക്കുന്നു. കൊൽക്കത്ത എടുത്തതിന് ശേഷം നമുക്കറിയാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ അത്ര സുഖകരമല്ല. അപ്പോൾ മുസ്തഫിസുറിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകും. അതുകൊണ്ട് മുസ്തഫിസുറിനെ ടീമിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള വലിയ ഒരു സമ്മർദ്ദം വരുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വലിയ സമ്മർദ്ദം വരുന്നു. ഷാറുഖ് ഖാനെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. അപ്പോൾ KKRനോട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് BCCI പറയുന്നു ആ താരത്തെ ഒഴിവാക്കണം എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്തഫിസുറിനെ KKR പുറത്താക്കുന്നു. KKR മുസ്തഫിസുറിനെ പുറത്താക്കിയതിന് ശേഷം നടന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ BCB അതായത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്. BCBയുടെ നിലപാട് വളരെ സഡനായിട്ട് തന്നെ വന്നു. എന്താ പറയുക, കുറച്ച് പരുഷമായിട്ടാണ് അവർ പ്രതികരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം IPL ബംഗ്ലാദേശിൽ സംരക്ഷണം ചെയ്യില്ല എന്നുള്ളൊരു നിലപാട് BCB എടുത്തു. അതുകൂടാതെ തന്നെ ഇന്ത്യയിലേക്ക് ലോകകപ്പ് കളിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടെടുത്തു. അതിന് പിന്നാലെ തന്നെ വീണ്ടും ലോകകപ്പിൽ നിന്ന് പിന്മാറും എന്നുള്ള ഒരു ഭീഷണി വന്നു. അപ്പോൾ നേരെ ICCയുടെ ഒരു മറുപടി വന്നു. അങ്ങനെ ഇന്ത്യയിൽ കളിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാട് എടുക്കാൻ പറ്റില്ല, ബംഗ്ലാദേശ് കളിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ അതിനൊരു സമയപരിധി. ഇപ്പോൾ ആദ്യം അങ്ങനെ ഒരു അപേക്ഷ നൽകി, കത്ത് കൊടുത്തു, അത് തള്ളി, വീണ്ടും അത് പറഞ്ഞു, വീണ്ടും അത് തള്ളി. അതിന് പിന്നാലെ ICC ഒരു സമയപരിധി കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ആ സമയപരിധി, ഒരു 24 മണിക്കൂർ സമയപരിധി കൊടുത്തു. അപ്പോൾ തീരുമാനം മാറ്റാനാകില്ല എന്ന് ബംഗ്ലാദേശ് വീണ്ടും ആവർത്തിച്ചു. അതിന് പിന്നാലെ ICC ബംഗ്ലാദേശിനെ പുറത്താക്കുകയും പകരം അവിടെ സ്കോട്ട്ലൻഡിനെ കൊണ്ടുവരികയും ചെയ്തു. സ്കോട്ട്ലൻഡ് ഇത് അപ്രതീക്ഷിതമായി എന്നോണം സ്കോട്ട്ലൻഡ് ലോകകപ്പിന് എത്തുകയും ചെയ്തു. ബംഗ്ലാദേശിന് പാകിസ്ഥാന്റെ പിന്തുണ ഇക്കാര്യത്തിൽ വന്നു. അതായത് പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കുന്നില്ല, ബംഗ്ലാദേശിനെ പുറത്താക്കിയത് ശരിയായില്ല എന്നുള്ള നിലപാട് പാകിസ്ഥാൻ എടുത്തു. ആ പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ് അവർ ഇന്ത്യക്കെതിരെ കളിച്ചേക്കില്ല എന്നുള്ള സൂചനകളൊക്കെ പറയുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം BCBക്ക് വലിയ കനത്ത സാമ്പത്തിക നഷ്ടം വരും എന്നുള്ളതാണ്. ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയത് മാത്രമല്ല അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത്, സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട സകല മേഖലയിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്ന വരുമാനത്തിലൊക്കെ മാറ്റം വരും. ഇന്ത്യൻ ബ്രാൻഡുകളുടെ പിന്മാറ്റം എന്ന് നമ്മൾ ഇവിടെ കുറിച്ചിരിക്കുന്നത് പല ബംഗ്ലാദേശിന്റെ താരങ്ങളുടെയും ബാറ്റാണെന്നുണ്ടെങ്കിലും മറ്റു വസ്തുക്കളും അവരുമായി കരാറുണ്ട്. ഇപ്പോൾ SSSG പോലുള്ള കമ്പനികളൊക്കെ അവരുമായി കരാറുണ്ട്. ഇന്ത്യൻ ബ്രാൻഡുകൾ പിന്മാറിയേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശിലെ താരങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ കൂടി അതിന്റെ ഭാഗമായി വരും എന്നുള്ളതാണ് വാർത്തകൾ. ബംഗ്ലാദേശിനെതിരെ ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഭാവിയിൽ ഇനി ICCയുടെ നടപടി ഉണ്ടായേക്കും. ഇങ്ങനെ ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ നിന്ന് പിന്മാറി എന്നുള്ള സാഹചര്യത്തിൽ തന്നെ ഇനിയും നടപടികൾക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ക്രിക്കറ്റ് ലോകം എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ആകെ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് ഇല്ലാതെ ഇത്തവണ T20 ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഒരു വിശകലനാത്മകമായി സംസാരിക്കാൻ ഇപ്പോൾ നമുക്കിപ്പം മുൻ കേരള താരം S മനോജ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. അടുത്ത മാസം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന T20 ലോകകപ്പിൽ പാകിസ്ഥാൻ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത മാസം നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അവരുടെ T20 ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഹമ്മദ് റിസ്വാനും ഹാരിസ് റൌഫും അടക്കമുള്ള പ്രമുഖ താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ അവരുടെ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല. ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള ബുദ്ധിമുട്ട് ICC അറിയിച്ചിരുന്നു. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വരാത്തതെന്നാണ് അവരുടെ ഗവൺമെന്റും ക്രിക്കറ്റ് ബോർഡും അറിയിച്ചിരിക്കുന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്
വരുന്ന വാർത്തകൾ. എന്തായാലും നമ്മൾ പാകിസ്ഥാന്റെ ലോകകപ്പ് സാധ്യത അല്ലെങ്കിൽ ലോകകപ്പ് കളിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന മുമ്പ് ബംഗ്ലാദേശിന്റെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള പേരിലാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പ് കളിക്കാൻ എത്തുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മെയില് ICCക്ക് അയച്ചത്. അതിന് പകരമായിട്ട് ശ്രീലങ്കയിൽ അവരുടെ മത്സരങ്ങൾ നടത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അതിന് അയർലൻഡിന്റെ മത്സരങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ട് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ ഒരു സ്വാപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു ഐഡിയയാണ് ബംഗ്ലാദേശ് മുന്നിലേക്ക് വെച്ചത്. പക്ഷേ ICC ഇങ്ങനെ ഒരു വലിയ ടൂർണമെന്റ് നടത്തുമ്പോൾ അവർക്ക് അവരുടേതായ ചില പ്രോട്ടോകോളുകളുണ്ട്. പ്രോട്ടോകോളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രാജ്യം ആ രാജ്യത്തേക്ക് കളിക്കാൻ പോകുന്നില്ല എന്ന് മറ്റൊരു രാജ്യം പറയുകയാണെങ്കിൽ ആ എന്ത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് പോവാത്തത് എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ഒരു സെക്യൂരിറ്റി ഏജൻസി തന്നെ ICCയുടെ ഭാഗത്തുണ്ട്. ആ സെക്യൂരിറ്റി ഏജൻസി ഇന്ത്യയിൽ പരിശോധന നടത്തുകയും ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, ബംഗ്ലാദേശിന് ഇന്ത്യയിൽ കളിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ഭീഷണിയുമില്ല എന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ബംഗ്ലാദേശ് തയ്യാറെടുക്കാതെ വന്നപ്പോൾ ICC മറ്റൊരു തീരുമാനം കൂടെ കൈക്കൊണ്ടിരുന്നു. ICC അവരുടെ സുരക്ഷാ ഏജൻസിയിൽ നിന്ന് മാറ്റിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ ഏജൻസികളുടെ സർവേ നടത്തുന്ന ഒരു ടീമായിട്ടുള്ള കാനഡയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിനെ അവരെ ഇതിനുവേണ്ടി നിയോഗിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബംഗ്ലാദേശ് എത്തുകയാണെങ്കിൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു സുരക്ഷാ ഏജൻസി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുകയും അവര് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ICCയെ അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ICC ബംഗ്ലാദേശിനോട് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സമയം കൊടുത്തത്. അതായത് ഈ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ, ഇന്ത്യയിൽ കളിക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയിക്കണമെന്ന് ബംഗ്ലാദേശിനോട് പറഞ്ഞത് ആ ഒരു സമയത്താണ്. എന്നിട്ടും ബംഗ്ലാദേശ് പക്ഷേ ഇതാണ് എസ് മനോജ് പറയുന്നത്. ഒപ്പം ഇത്തവണ മത്സരം 7-ാം തീയതി തുടങ്ങുകയാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് മത്സരം നടക്കുന്നത്.